ഷോർട്ട് സ്റ്റോറിയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാമെന്ന സീരീസിലെ 9ാമത്തെ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ടുഡേ സ്റ്റോറി നെയിം ഈസ് ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കൽ. ഷീ നോട്ടീസ്ഡ്, അവൾ ശ്രദ്ധിച്ചു, ഹിം അവനെ, സ്ട്രഗ്ലിംഗ് ക്വയറ്റ്ലി, ബുദ്ധിമുട്ടാവുന്നതായിട്ട് അവൾ അവനെ ശ്രദ്ധിച്ചു. അവൾ നോക്കുമ്പോൾ അവൻ എന്തോ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടല്ലോ, എങ്ങനെ ക്വയറ്റ്ലി, നിശബ്ദമായിട്ട്. അവൻ ആരോട് പറഞ്ഞിട്ടില്ല അവൻ്റെ പ്രയാസത്തെക്കുറിച്ച്, പക്ഷേ അവന് വെറിയതാണ് താനും. അങ്ങനെ അവളത് ശ്രദ്ധിച്ചിട്ടോ. ടെൽ ഹിം, എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ്, അവളോട് തന്നെ പറയാണ്, ടെൽ ഹിം ഓ സ്റ്റേ സൈലൻറ്റ്. അവനോട് പറയണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് അവനോട് സംസാരിക്കണോ, അല്ലെങ്കിൽ സ്റ്റേ സൈലൻറ്റ്, അല്ലെങ്കിൽ മിണ്ടാതെ മിണ്ടാതെ നിൽക്കണോ, സ്റ്റേ സൈലൻറ്റ്. അങ്ങനെ ഏതായാലും അവൾ തീരുമാനിച്ചു. ഷീ സ്റ്റെപ്ഡ് ഇൻ, അവൾ മുന്നോട്ട് പോയി, അല്ലെങ്കിൽ അവൾ ഇടപെട്ടു, സഹായിക്കാൻ മുന്നോട്ട് വന്നു. വിത്തൗട്ട് മേക്കിംഗ് നോയ്സ്, മറ്റുള്ളവരെ അറിയിക്കാതെ അവളും ശാന്തമായിട്ട് മെല്ലെ, മറ്റുള്ളവരോടൊന്നും പറയാതെ, ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ അവൻ്റെ അടുത്തേക്ക് സഹായിക്കാൻ വന്നു. ശരിക്കും പറഞ്ഞാൽ സംടൈംസ്, ചിലപ്പോൾ അല്ലെങ്കിൽ ചില സമയത്ത് ഹെൽപ്പ് എന്നുള്ളത് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഹെൽപ്പ്, സഹായം എന്നുള്ളതിന് ഒരു വിവരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്നെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ, ഞാൻ എന്നെ സഹായിച്ചിട്ടോ എന്ന് പറയേണ്ട ആവശ്യം, ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നും ഹെൽപ്പിനുണ്ടാവില്ല. അത് വല്ലാതെ നമുക്ക് സമാധാനം നൽകും. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് മറ്റാരെങ്കിലും വെറുതെ വന്ന് നമ്മളുടെ അടുത്ത് ഇരുന്നാൽ മതിയാകും. വല്ലാതൊരു നമുക്ക് സമാധാനം നൽകും അല്ലേ. നമ്മുടെ പ്രശ്നം തന്നെ ചിലപ്പോൾ പോയി കിട്ടും. അതാണ് പറഞ്ഞത്, ഹെൽപ്പ് സ്പീക്സ് ഫോർ ഇറ്റ് സെൽഫ്. ഹെൽപ്പിന് ചില സമയത്ത് വിവരണത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നല്ലൊരു സ്റ്റോറി അല്ലേ. ക്വയറ്റ്ലി എന്നുള്ളൊരു വാക്ക് പഠിച്ചു, സ്റ്റെപ്പ് ഇൻ എന്ന് പഠിച്ചു, സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ് എന്നുള്ള ഇഡിയമും പഠിച്ചു. ഇത് ഒന്നുകൂടെ സ്റ്റോറി നിങ്ങൾ പറഞ്ഞു നോക്കുക, കാണാതെ മെമ്മറൈസ് ചെയ്തിട്ട് ഓർത്ത് പറയാൻ ശ്രമിക്കുക. മെമ്മറൈസ് ചെയ്യണമല്ല, ഓർത്ത് പറയാൻ ശ്രമിക്കുക ഈ സ്റ്റോറി. അതോടൊപ്പം ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം. മറ്റൊരു സ്റ്റോറിയുമായിട്ട് നാളെ കാണാം. ബൈ.